ശബരിമലയെ പറ്റി പറഞ്ഞാൽ അഴിമതി മാത്രമേ ഉള്ളൂ പറയാൻ, ധാരാളമുണ്ട്. ഇത് മാത്രമല്ല, അരവണപ്പായസം, ശർക്കര, നെയ്യ് എല്ലാം അഴിമതിയാണ്. SIT അന്വേഷണം നമുക്ക് പര്യാപ്തമല്ല. അപ്പോൾ SITയേക്കാളും കുറച്ചും കൂടി ശക്തമായ ഒരു അന്വേഷണം ഇതിൽ വേണം. അതുകൊണ്ട് അയ്യപ്പ സേവാ സമാജം പറയുന്നത് ഈ സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം CBIക്ക് കൈമാറണമെന്ന് നമ്മൾ പറയുന്നത്. മിനിമം നിലയ്ക്കൽ മുതൽ പമ്പ വരെയുള്ള യാത്രയെങ്കിലും KSRTC സൗജന്യമാക്കണം. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കേസ് അന്വേഷണം എവിടം വരെ എത്തി എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. കാരണം SIT സംഘം ഈ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളെല്ലാം തന്നെ നടത്തി, പ്രതികളെ അറസ്റ്റ് ചെയ്തു, പലരുടെയും മൊഴി എടുക്കുകയും ചെയ്തു. എന്നാൽ ഈ പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്ന പലരും ഇന്ന് സ്വതന്ത്രമായി പുറത്ത് ഇറങ്ങി നടക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അതേസമയം തന്നെ ഈ സ്വർണ്ണക്കൊള്ള മാത്രമല്ല ശബരിമലയിൽ നടക്കുന്നത്, നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അരവണയുടെ മറവിൽ, ശർക്കരയുടെ മറവിൽ, നെയ്യുടെ മറവിൽ എന്നിങ്ങനെ നിരവധി അഴിമതികളും കൊള്ളയുമെല്ലാം തന്നെ ശബരിമലയിൽ നടക്കുന്നുണ്ട്. ശബരിമലയുടെ പ്രവർത്തനം എന്നാണ് സുതാര്യമായി നടക്കുക എന്നുള്ള ചോദ്യമാണ്. എപ്പോഴെങ്കിലും ആ സുതാര്യത ഉണ്ടാകുമോ എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് അയ്യപ്പ സേവാ സമാജം ഭാരവാഹിയായ ഈറോഡ് രാജ. പൊതുജനങ്ങളെ പോലെ തന്നെ അയ്യപ്പന്മാരെ പോലെ തന്നെ നമ്മളും ഈ ഒരു അന്വേഷണം ഹൈക്കോടതിയുടെ നിരീക്ഷണം കൊണ്ട് വളരെ നന്നായി പോകുന്ന വിചാരിച്ചത്. പക്ഷേ കാലം ഇത്രയായി. ഹൈക്കോടതി നിരീക്ഷണത്തിൽ കൂടി തന്നെ എല്ലാ കുറ്റവാളികളിൽ നിന്ന് സംശയിക്കപ്പെട്ടില്ലേ കുറ്റവാളിയെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളിലടക്കപ്പെട്ട എല്ലാവരും തന്നെ പുറത്തിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഈ അന്വേഷണം പോരാന്ന് തോന്നുന്നുണ്ട്. ഒന്നുകിൽ ഹൈക്കോടതിയുടെ പോരായ്മയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇതിൽ കൂടി SIT അന്വേഷണം നമുക്ക് പര്യാപ്തമല്ല. അപ്പോൾ SITയേക്കാളും കുറച്ചും കൂടി ശക്തമായ ഒരു അന്വേഷണം ഇതിൽ വേണം. ഒരു സത്യസന്ധമായ ഒരു കൃത്യമായ അന്വേഷണം വേണം. അതുകൊണ്ട് അയ്യപ്പ സേവാ സമാജം പറയുന്നത് ഈ സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം CBIക്ക് കൈമാറണമെന്നാണ് നമ്മൾ പറയുന്നത്. ഈ സ്വർണ്ണക്കൊള്ള മാത്രമല്ല ശബരിമലയിലുള്ളത്, നെയ്യുടെയുണ്ട്, ഈ വെല്ലം, ശർക്കര എന്നിവയിലെല്ലാം തന്നെ അഴിമതി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ തുടച്ചു നീക്കാൻ, അല്ലെങ്കിൽ ഇതൊരു സുതാര്യമാക്കാൻ എന്താണ് പോംവഴി എന്നുള്ളതാണ്. അതിനാണ് നമ്മളിതിൽ തന്നെ പറഞ്ഞത്, ശബരിമല എന്ന് പറയുന്നത് വെറും ഒരു കേരളത്തിലാണെങ്കിൽ കൂടി കേരളത്തിൽ മാത്രമല്ല, ഇവിടേക്ക് വരുന്ന ഒഴുകുന്ന അയ്യപ്പ ഭക്തന്മാർ തമിഴ്നാട്, കർണാടക, ആന്ധ്ര. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു 4-5 സംസ്ഥാനങ്ങളെയും വിശിഷ്യ ചില സമാജം പോലുള്ള ചില സംഘടനകളെയും ചേർത്തിട്ട്, ചില വിദഗ്ധന്മാരെയും ചേർത്തിട്ട് ഒരു പ്രത്യേക സമിതി ഉണ്ടാക്കണം ഈ ശബരിമലയ്ക്ക് വേണ്ടിയിട്ട്. ദേവസ്വം ബോർഡ് മാത്രം പോരാ, കാരണം ദേവസ്വം ബോർഡിനാണ് അഴിമതി ധാരാളമുള്ളത്. അപ്പോൾ ദേവസ്വം ബോർഡ് മാത്രം പോരാ, ദേവസ്വം ബോർഡ് 2 ഉദ്യോഗസ്ഥർ ഉണ്ടായിക്കോട്ടെ, വേണമെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് വരട്ടെ. ഒരു പ്രത്യേക സമിതി ഉണ്ടാക്കി ആ സമിതി ആയിരിക്കണം ഇത് കേന്ദ്രീകരിക്കേണ്ടത്, ഇത് നിയന്ത്രിച്ചുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വരാൻ യാതൊരു സാധ്യതയില്ല. ഈ സമിതി എന്ന് പറയുന്നത് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, അതുകൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, കേന്ദ്ര സർക്കാർ, മറ്റുള്ള സംസ്ഥാന സർക്കാർ, ആന്ധ്ര, തമിഴ്നാട്, അയ്യപ്പ സംഘടനകൾ, അങ്ങനെ എല്ലാം ചേർന്നൊരു ഒരു സമിതി, ഒരു എന്താ പറയുക, നടത്തിപ്പ് ഒരു കണ്ടക്ട് ചെയ്യുന്ന ഒരു സമിതി ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ കാരണം ശബരിമലയെ പറ്റി പറഞ്ഞാൽ അഴിമതി മാത്രമേ ഉള്ളൂ പറയാൻ, ധാരാളമുണ്ട്. ഇത് മാത്രമല്ല, അരവണപ്പായസം, ശർക്കര, നെയ്യ് എല്ലാം അഴിമതിയാണ്. നമ്മളിപ്പോൾ പറയുന്ന ഈ കാര്യം ഇന്നത്തെ വളരെ ലേറ്റസ്റ്റ് കേസ് സ്വർണ്ണക്കൊള്ളയാണ്. അപ്പോൾ സ്വർണ്ണക്കൊള്ള കേസ് നമ്മളിപ്പോൾ ഉടനെ പറയുന്നത് CBIയുടെ ഒരു അന്വേഷണം വേണമെന്ന് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സമിതി ഉണ്ടാക്കിയിട്ട് ആ സമിതിയുടെ മേൽനോട്ടത്തിലായിരിക്കണം ശബരിമല കാര്യങ്ങൾ നടത്തേണ്ടത്. ഈ സമിതി എന്ന് പറയുന്നത് സ്വതന്ത്രമായ സമിതി. ഈ യാത്രക്കാരെ ഈ ഭക്തജനങ്ങളെ സംബന്ധിച്ച് നിരവധി പ്രതിസന്ധികളാണ് ഇപ്പോൾ യാത്രയുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ നിലനിൽക്കുന്നത്. അതിനെങ്ങനെയാണ് ഈ പരിഹാരം കാണുവാൻ സാധിക്കും? ഇപ്പോൾ KSRTC സൗജന്യ യാത്രയൊക്കെ ഏർപ്പാടാക്കും. ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ സൗജന്യ യാത്ര നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മിനിമം നിലയ്ക്കൽ മുതൽ പമ്പ വരെയുള്ള യാത്രയെങ്കിലും KSRTC സൗജന്യമാക്കണം. KSRTC സൗജന്യമാക്കാൻ മുതിരുന്നില്ലെങ്കിൽ ആ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ പല സന്നദ്ധ സംഘടനകളും തയ്യാറാണ് ഇപ്പോൾ. അപ്പോൾ അവരെ അനുവദിക്കണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ശബരിമലയ്ക്കൂടെ ബസ്സിൻ്റെ ചാർജ് നോക്കുകയാണെങ്കിൽ മറ്റ് ചാർജിനെ അപേക്ഷിച്ച് 2 ഇരട്ടിയൊക്കെ അധികം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും ഒരു ന്യായമായ ചാർജ് കൂടി ഗവൺമെൻറ് കൊണ്ടുവരണം. നമ്മളതേപോലെ തന്നെ ശബരിമല ഇവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട്, ജനങ്ങൾ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് പല പ്രത്യേക സ്പെഷ്യൽ ട്രെയിൻ വിടാൻ വേണ്ടി നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്.
ഓരോ വർഷം കൂടുന്തോറും അയ്യപ്പ ഭക്തജനങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഈ ക്യൂവിലടക്കം ആൾക്കാർ ഇപ്പോൾ തിങ്ങിത്തിരിങ്ങി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലിപ്പോൾ ഉള്ളത്. പല കോഡുകളെല്ലാം തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഈ ക്യൂവിൽ നിൽക്കുന്നതിന്. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇത് വിപുലമാക്കേണ്ട ആവശ്യമുണ്ടോ, ആവശ്യമില്ല എന്നുള്ളതാണ്? അല്ല, നമ്മളതാണ് ഇവിടെ പറഞ്ഞത്. രണ്ടായിട്ട് തിരിക്കണം ശബരിമലയുടെ കാര്യം. ഒന്ന്, പമ്പയിൽ വരുന്ന അയ്യപ്പ ഭക്തന്മാർ, പമ്പയ്ക്ക് വരേണ്ടവർ. അപ്പം പമ്പയ്ക്ക് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇവിടുത്തെ തിരക്കിനനുസരിച്ച് നിലയ്ക്കലാണ് ഇപ്പോൾ നമ്മുടെ ബേസ് ക്യാമ്പ് ഉള്ളത്. അപ്പോൾ നിലയ്ക്കൽ ഏതാണ്ട് 1,00,000 ആൾക്കാർ നമ്മൾ അവിടെ ഉൾക്കൊള്ളുന്ന മാതിരി അവിടെ വേണ്ട ഒരു കോംപ്ലക്സ് ഉണ്ടാക്കിയിട്ട് അവിടെ ഉൾക്കൊള്ളിക്കണം അവിടെ. അതുപോലെ തന്നെ ശബരിമലയ്ക്ക് വരുന്ന ആൾക്കാർ, ഇപ്പോൾ ഞാനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, പമ്പയിൽ ഇറങ്ങിയാൽ തന്നെ ഞാൻ നേരത്തെ അത് പറഞ്ഞത് ഒരു ഒരു അന്തരീക്ഷമായി അവിടെ ഉണ്ടാവുക, ആരും മുന്നോട്ട് പോകണം എന്നുള്ളത്. ഈ ഒരു ക്യൂ അവൻ ഏതാണ്ട് സന്നിധാനം വരയ്ക്കും ഈ ക്യൂ ആണ്, 8, 10, 12 മണിക്കൂർ. അപ്പോൾ ഇത് പോക്കി സ്വതന്ത്രമായി പമ്പയിൽ തൊഴുതിട്ട് സ്വതന്ത്രമായി സ്വച്ഛന്തം മല കയറിയിട്ട് വേണ്ട മരക്കൂട്ടം ആ ഭാഗത്തെത്തുമ്പോൾ അവരൊരു ക്യൂ കോംപ്ലക്സ് കയറണം. ആ ക്യൂ കോംപ്ലക്സ് അവർക്ക് വേണ്ട എല്ലാ സംവിധാനവും വേണം. അതായത് ശൗചാലയം വേണം, ശുദ്ധജലം വേണമെങ്കിൽ വാടകയ്ക്കോ മറ്റോ ചായക്കടയും വയ്ക്കാം, പ്രശ്നമല്ല. അപ്പോൾ എങ്ങനെയാണെങ്കിൽ അവർ 6, 7, 8 മണിക്കൂർ നിന്ന പ്രശ്നം. കാരണം അയ്യപ്പന്മാർ വരുന്നുണ്ട്, ക്യൂ സ്വാഭാവികമായും വരും, വരാതിരിക്കില്ല. പക്ഷെ ഇതിന് നമ്മൾ മാർഗങ്ങൾ കാണുകയല്ലേ വേണ്ടത്, പരിഹാരം കാണാൻ വേണ്ടത്. അപ്പോൾ അത്തരത്തിലൊരു ക്യൂ കോംപ്ലക്സ് ഉണ്ടാക്കുകയാണെങ്കിൽ ഏതാണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു 200 അറകളുള്ള 500 പേർ ഇരിക്കുന്ന കോംപ്ലക്സ് ഉണ്ടാക്കി 1,00,000 പേർ ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോൾ ഈ ഉൾക്കൊള്ളുന്നവർ ഇവിടുന്ന് കുറയുന്നതിനനുസരിച്ച് പമ്പയിൽ നിന്ന് ഇങ്ങോട്ട് ആൾക്കാർ വിടുകയാണെങ്കിൽ ഒരു പ്രശ്നവും ശബരിമല ഉണ്ടാവില്ല, എല്ലാവരും കാണാൻ പറ്റും. ഇന്നൊരു അപേക്ഷ പറഞ്ഞ് വിർച്വൽ ക്യൂ ഉണ്ട്. ഇപ്പോൾ വിർച്വൽ ക്യൂവിൽ തന്നെ ഏതാണ്ട് ധാരാളം പേര് വിർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യാണ്. പക്ഷെ അത്ര ആൾക്കാരും വരുന്നില്ല. അപ്പോൾ വിർച്വൽ ക്യൂവിൽ കൂടെ നമ്മൾ ഒരു ദിവസം വേണ്ട ബുക്കിംഗ് ഇപ്പോൾ റെയിൽവേ സംവിധാനം പോലെ അത് കുറച്ച് RAC വെയിറ്റിംഗ് ലിസ്റ്റാക്കി വെക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഉള്ളിൽ വരാൻ പറ്റും, അവരെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അപ്പോൾ ഏപ്പന്മാർ എല്ലാവർക്കും സ്വച്ഛന്തം വരാൻ പറ്റും. ഈ തരത്തിലുള്ള പല കാര്യങ്ങളിലും ഒന്ന് ഇരുന്ന് ആലോചിച്ചിട്ട്, വിദഗ്ധരായിരുന്ന് നമ്മളൊക്കെ പല ആൾക്കാർ ഇരുന്ന് ആലോചിച്ചിട്ട് അതിനുവേണ്ട സംവിധാനം ചെയ്യാനുള്ള ഒരു മനസ്സോടെ മുന്നോട്ട് വരാൻ വേണ്ടത് ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും. അതാണ് ഏറ്റവും വലിയ ആവശ്യം. അവിടെ പല കാര്യം ചെയ്യാൻ പറ്റും, പക്ഷെ ഇത് സമ്മതിച്ചുകൊണ്ട് ദേവസ്വം ബോർഡും സർക്കാരും മുന്നോട്ട് വരിക വേണ്ടത്. ഓക്കെ, നല്ല ആശയങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ സർക്കാരിന് ഈ ഒരു ആശയങ്ങൾ അറിയിക്കുമോ, എങ്ങനെയാണ്? നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്, ശുഭപ്രതീക്ഷയുണ്ട്. കാരണം മുരളീധരൻ ഭക്തനാണ് നമ്മുടെ മുഖ്യമന്ത്രി. അദ്ദേഹം ശബരിമലയ്ക്ക് പോയിട്ട് വന്നതാണ് നമ്മുടെ ഈ ചുമതല ഏറ്റെടുത്തത്. അപ്പോൾ അവർക്കിതൊക്കെ ഉൾക്കൊള്ളാനുള്ള കഴിവ്. അത് മാത്രമല്ല, നമുക്ക് എൻ്റെ അനുഭവത്തിൽ ഇപ്പോൾ വന്ന പല ദേവസ്വം പ്രസിഡന്റുമാരിലും ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരാളാണ് പ്രയാഗ് ഗോപാലകൃഷ്ണൻ. ഈസ് എ കോൺഗ്രസ് പേഴ്സൺ, നമുക്കറിയാം. അപ്പോൾ ആ തരത്തിൽ നമ്മളൊരു ശുഭപ്രതീക്ഷയാണ് ഇപ്പോൾ ഈ സർക്കാരിൽ നിന്ന് കാണുന്നത്. അത് നമുക്ക് പ്രതീക്ഷിക്കാം. സാമിശരണം. എന്തായാലും ശബരിമല സന്ദർശിക്കുന്ന ഭക്തരുടെ എണ്ണം വർഷം തോറും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ദീർഘകാല അടിസ്ഥാന സൗകര്യ ആസൂത്രണങ്ങൾ അനിവാര്യം തന്നെയാണ്. ഈ സാഹചര്യത്തിൽ ക്ഷേത്ര വികസനത്തിനും ഹിന്ദു സമൂഹത്തിൻ്റെ ക്ഷേമത്തിനും മാത്രമായി സുതാര്യത, ഉത്തരവാദിത്തം, ക്ഷേത്ര വിഭവങ്ങളുടെ ശരിയായ ഉപയോഗം എന്നിവ ഉറപ്പാക്കുന്ന ഒരു ദേശീയ ക്ഷേത്ര ഭരണ ചട്ടക്കൂട് രൂപീകരിക്കണം എന്നും ശബരിമല അയ്യപ്പ സേവാ സമാജം ആവശ്യപ്പെടുകയാണ്. മുതിർന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ, അംഗീകൃത അയ്യപ്പ സംഘടനകളിൽ നിന്നുള്ള പ്രതിനിധികൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികൾ എന്നിവരുടെ പ്രാതിനിധ്യം ഉൾപ്പെടുന്ന ഒരു സ്വതന്ത്ര ശബരിമല അതോറിറ്റി രൂപീകരിക്കണം എന്നുമാണ് അയ്യപ്പ സേവാ സമാജം ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.